بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم اغفر لنا ولمشايخنا لأساتذتنا لجميع المسلمين ولمصنف هذا الكتاب ولمحشيه وللشراح والصالحين وجميع عبادك الصالحين وانفعنا بهم بعلومهم وأسرارهم وتقبل جميع أعمالنا وخدماتنا يا رب العالمين. ويعفى عن محل استجماره. നമ്മൾ നേരത്തെ നിസ്കാരത്തിലൊക്കെ ചില നജസ്സുകൾ മാപ്പ് ചെയ്യപ്പെടുന്ന നജസ്സുകളുടെ പേരുകൾ പറഞ്ഞിരുന്നു. ധാരാളം വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ചില രക്തങ്ങളെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞത്, രക്തം നമ്മളെ മുറിവിലുള്ള രക്തമൊക്കെ നമ്മളെ പ്രവൃത്തി കൊണ്ടല്ലാതെ വന്നാല്, അതുപോലെ ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവജാലങ്ങളുടെ രക്തം അത് അധികമായാലും അതുപോലെ മാപ്പുണ്ട്. ഹിജാമ ചെയ്ത രക്തം മാപ്പുണ്ട്. നിസ്കാരത്തിലും ഒക്കെ നമ്മുടെ ശരീരത്തിലൊക്കെ ഉണ്ടെങ്കിൽ മാപ്പുണ്ട്. അതുപോലെ നമ്മളെ ദ്വാരങ്ങൾ തരിമൂക്ക് പൊട്ടി രക്തം വന്നാൽ കുറഞ്ഞത് മാപ്പുണ്ട്. അവിടെ കുറഞ്ഞതാ മാപ്പ്. ദ്വാരങ്ങളിലെ രക്തം കുറഞ്ഞത് മാപ്പുണ്ട്. ആദ്യം പറഞ്ഞു കൊടുത്ത് അധികരിച്ചാലും മാപ്പുണ്ട്. മുറിവിലെ രക്തം, ചോരക്കുരു, അതുപോലെ ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവജാലങ്ങളുടെ രക്തമൊക്കെ അധികരിച്ചാലും മാപ്പുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി ചില കാഷ്ടങ്ങളെ പറ്റിയും ഒക്കെ പറയുന്നത് മാപ്പുള്ളത്. മഹല്ലിസ്തിജ്മാരിഹി, കല്ലുകൊണ്ട് മനോഹരം ചെയ്ത ഇതിന്റെ സ്ഥലം മാപ്പുണ്ട്. കല്ലുകൊണ്ട് മനോഹരം ചെയ്താല് അവിടെ ശരിക്ക് കഴുകി വൃത്തിയാകുന്നില്ല, ഉണക്കേ വരണുള്ളൂ. അപ്പൊ അത് മാപ്പുണ്ട്. വനീമി ദുബാബിൻ, ഈച്ചയുടെ കാഷ്ടം, ഈച്ചക്കാഷ്ടം തൊട്ടും മാപ്പുണ്ട്. വബൗലി വറൗസി ഖുഫാശിൻ, ഖുഫാശിന്റെ നരച്ചില, എന്താ പറയുന്നേ, മൂത്രവും കാഷ്ടവും, അതും മാപ്പുണ്ട്. അപ്പൊ ഈച്ച, ഖുഫാശിന്റെ ബൗല്, മൂത്രം, കാഷ്ടം. ഫിൽ മക്കാനി, സ്ഥലങ്ങളിലും, വകദ സൗബു അൽ ബദനു, ഇതുപോലെയാണ് ശരീരവും വസ്ത്രവും. അപ്പൊ അതൊക്കെ മാപ്പാണ്. ഈച്ചക്കാഷ്ടം, ഈച്ച പോലത്തതിന്റെ കാഷ്ടങ്ങളൊക്കെ, അതുപോലെ നർച്ചിന്റെ മൂത്രം, കാഷ്ടം. വൈൻ കസുറത്ത്, അത് അധികമുണ്ടെങ്കിലും ശരി മാപ്പാണ്. ലിവസിലിൽ ഇഹ്തിറാസി അൻഹ, അതിനെ തൊട്ട് സൂക്ഷിക്കാൻ പ്രയാസമായതിന് വേണ്ടി. വയൂഫ, മാപ്പ് ചെയ്യപ്പെടും. അമ്മ, ഒന്നിനെ തൊട്ട്, ജഫ, ഉണങ്ങിയ, മിൻ ദുറൂഖി സായിരി തുയൂരി, മറ്റു പക്ഷിക്കാഷ്ടങ്ങളെ തൊട്ട്, ഫിൽ മക്കാനി, സ്ഥലത്തുള്ള പക്ഷിക്കാഷ്ടം. യൗഫ, മാപ്പ് ചെയ്യപ്പെടമ്മ, ഒന്നിനെ തൊട്ട്, ജഫ, ഉണങ്ങി, മിൻ ദുറൂഖി സായിരി തുയൂരി, മറ്റു പക്ഷിക്കാഷ്ടം, ഫിൽ മക്കാനി, സ്ഥലത്ത്. ഇതാ അമ്മത്തിൽ ബൽവാബിഹി, അതുകൊണ്ട് പരീക്ഷണം വ്യാപകമായാല്, പക്ഷിക്കാഷ്ട സ്ഥലത്ത് ഒന്നായിട്ട് ചില ഭാഗത്തൊക്കെ ഉണ്ടാവുമല്ല, അപ്പൊ അത് മാപ്പുണ്ട്. പരീക്ഷണം വ്യാപകമായാല് ഒഴിവായി കിട്ടൂല, എപ്പോഴും ഉണ്ടാവും ചെയ്യും. ഖളിയത്തു കലാമിൽ മജ്മൂഇ, മജ്മൂഇന്റെ കലാമിന്റെ തേട്ടമാകുന്നത് അൽ അഫു, മാപ്പാക്കലാണ്. അൻഹു, ഈ പക്ഷിക്കാഷ്ട തൊട്ട്, ഫി സൗബി, വസ്ത്രത്തിലും, വൽ ബദനി, ശരീരത്തിലും. അയെല്ലാം വേണ്ടോ? എലിക്കാഷ്ടത്തെ തൊട്ട് മാപ്പ് ചെയ്യപ്പെടൂല. അപ്പൊ ആ ശരീരത്തിലും വസ്ത്രത്തിലും സ്ഥലത്തൊക്കെ മാപ്പുണ്ട്, നേരത്തെ പറഞ്ഞു. ഇനി പറയുന്നത് എന്താ പഠിച്ചോനെ, വലായോഫം ബാരിൽ ഫാരി, എലിക്കാഷ്ടം മാപ്പില്ലല. വലോ യാബസ്, ഉണങ്ങിയാലും ശരി. പക്ഷിക്കാഷ്ടാണ് മാപ്പുള്ളത്. അല്ല ലൗജഹി, പ്രബല വീക്ഷണത്തിൽ എലിക്കാഷ്ടം മാപ്പില്ല. എങ്കിലും അഫ്താ ഷെയ്ഖുന, നമ്മളെ ഷെയ്ഖുന ഫത്വ കൊടുത്തിക്കണ ഇബ്നു സിയാദ് എന്ന എന്റെ ഉസ്താദ് ഫത്വ കൊടുത്തു. ബാദിൽ മുതഅഖിരീന, പിൻഗാമികളായ ചില പണ്ഡിതന്മാരും
ബിൽ ആഫിവി അൻഹു എലിക്കാഷ്ടവും മാപ്പുണ്ട്. ഇത് അമ്മത്തിൽ ബൽവ ഈ അതുകൊണ്ട് പരീക്ഷണ വ്യാപകമായാലും മാപ്പുണ്ട് എന്ന്. അപ്പൊ അതും കഴിച്ചിലായി. ഏതുപോലെ വ്യാപകമായി? കാഷ്ടം വ്യാപകമായതുപോലെ തുയൂരി കൗമൂമിയ പരീക്ഷണ വ്യാപകമായതുപോലെ ഇവിടെ ഫിദർക്കിത്തുരി പക്ഷിക്കാഷ്ടത്തിന്റെ അവിടെ പരീക്ഷണ വ്യാപകമായ പോലെ ഇവിടെയും വ്യാപകമായാല് കൗമൂമിയാറിന് പരീക്ഷണ വ്യാപകമായതുപോലെ തന്നെയാണ് ഫിദർക്കിത്തുയൂരി പക്ഷിക്കാഷ്ടത്തില്. ഇനി നമ്മള് നേരത്തെ പറഞ്ഞു കല്ലുകൊണ്ട് മനോരം ചെയ്താൽ അവിടെ വൃത്തി ആവുവച്ചാല് നജസിന്റെ അംശങ്ങൾ ഉണങ്ങുകയാണ് ചെയ്യുന്നത്. ശരിക്കും അവിടെ പൂർണ്ണമായിട്ടും കഴുകി വൃത്തിയാകുന്നില്ല. അപ്പൊ അതൊക്കെ മാപ്പുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഒരാള് കല്ലുകൊണ്ട് മനോഹരം ചെയ്ത ഒരാളെ ചുമന്ന് നിസ്കരിച്ചു. കല്ലുകൊണ്ട് മനോഹരം ചെയ്ത ആള് സ്വയം അയാളുടെ ആ സ്ഥലത്ത് മനോഹരം ചെയ്ത ആ സ്ഥലത്ത് നജസ് ഉണങ്ങിയ നിലക്കുണ്ടാവും, ഹുക്മിലുണ്ടാവും. അപ്പൊ അയാൾക്ക് നിസ്കരിക്കുമ്പോ മാപ്പുണ്ടെന്നാ പറഞ്ഞത്. പക്ഷെ അയാളെ ചുമന്ന് മറ്റൊരാളെ നിസ്കരിച്ചാൽ അത് മാപ്പില്ല. അതാ ഞാൻ പറയുന്നത്. വലാ തസിഹു സഹിയാകൂല സ്വലാത്തു മൻ ഒരുത്തന്റെ നിസ്കാരം ഹമല അവൻ ചുമന്നു മുസ്തജ്മിറൻ കല്ലുകൊണ്ട് മനോഹരം ചെയ്ത ആളെ ചുമന്നു അവ ഹയവാനൻ വലാ തസിഹു സഹിയാകൂല സ്വലാത്തു മൻ ഒരുത്തന്റെ നിസ്കാരം ഹമല അവൻ ചുമന്നു മുസ്തജ്മിറൻ ആരെ ചുമന്നു? കല്ലുകൊണ്ട് മനോഹരം ചെയ്ത ആളെ ചുമന്ന് നിസ്കരിച്ചു. ആ ചുമന്നവന്റെ നിസ്കാരം സഹിയല്ല. അവ ഹയവാനൻ അല്ലെങ്കിൽ ഒരു ജീവിയെ ചുമന്നു ബി മംഫദിഹി നജസുൻ അതിന്റെ ദ്വാരത്തില് നജസുണ്ട്. ഔ മുദക്കൻ അതിന്റെ ദ്വാരത്തില് നജസുണ്ട്. ഔ മുദക്കൻ അല്ലെങ്കിൽ അറുക്കപ്പെട്ട ഒരു ജീവിനെ ചുമന്ന ഒരു കോഴി ഉസില മസ്ബഹു അറവ് സ്ഥലം ആ കഴുത്ത് കഴുകിയിട്ടുണ്ട്. ദൂന ജൗഫ് കാരണം രക്ത നജസനുള്ള ഏതായിരിക്കട്ടെ. ഉസില മസ്ബഹു അതിന്റെ അറുത്ത ആ സ്ഥലം കഴുകപ്പെട്ടിട്ടുണ്ട് കഴുത്ത്. ദൂന ജൗഫിഹി ഉൾഭാഗത്തുള്ള അതിന്റെ കാട്ടങ്ങൾ കഴുകപ്പെട്ടിട്ടില്ല. അങ്ങനെ അറുക്കപ്പെട്ട ഒരു ജീവിയെ അവൻ കീശയിലിട്ട് നിസ്കരിച്ചു. നിസ്കാരം ചെയ്യാവൂല. അപ്പം മൻ ഹമല സ്വലാത്തുമൻ ഒരുത്തന് നിസ്കാരം ചെയ്യല്ല ഹമല മുസ്തജ്മിറൻ കല്ലുകൊണ്ട് മനോഹരം ചെയ്ത ആളെ ചുമന്ന ഒരുത്തൻ. ഔ മുദക്കൻ അല്ലെങ്കിൽ അറുക്കപ്പെട്ട ജീവിയെ ചുമന്നു മുസ്തജ്മിറ കത്ഫ ഉസില മദ്ബഹു അതിന്റെ അറവ് സ്ഥലം കഴുത്ത് കഴുകപ്പെട്ടിട്ടുണ്ട്. ദൂന ജൗഫിഹി ഉൾഭാഗം കഴുകിയിട്ടില്ല. ഔ മയ്യത്തും ത്വാഹിറൻ അല്ലെങ്കിൽ ആരുടെ നിസ്കാരവും സഹിയല്ല ശുദ്ധിയുള്ളൊരു മയ്യത്തിനെ ചുമന്നു. ഒരു മയ്യത്തിന് ഒരു ശവത്തെ ശുദ്ധിയുള്ള ആദമി മനുഷ്യൻ പോലെ വസമയ്ക്ക് മത്സ്യം പോലെ ലം യുഗ്സൽ ബാത്തിനുഹു അതിന്റെ ഉള്ളു കഴുകപ്പെട്ടിട്ടില്ല. അതും സഹീഹല്ല. ഔ ബൈലത്തൻ മദിറത്തൻ കെട്ടതായ മുട്ടയെ ചുമന്നു. ഔ ബൈലത്തൻ മുദക്കൻ ഔ മയ്യത്തൻ മുസ്തജ്മിറൻ എന്ന് പറഞ്ഞു കത്ഫണക്ക് മുസ്തജ്മിറിനെ ചുമന്നു. ഔ ഹയവാനം മിമ്മംഫദി നജസ്സുൻ ദ്വാരത്തിൽ നജസ്സുള്ള ഒരു ജീവിയെ ചുമന്നു. ഔ മുദക്കൻ അറുക്കപ്പെട്ട വസ്തുവിനെ ചുമന്നു. ഔ മയ്യത്തൻ ത്വാഹിറൻ മുസ്തജ്മിറ കത്ഫ ത്വാഹിറായ ഒരു ശവത്തെ മനുഷ്യനാവട്ടെ മത്സ്യമാവട്ടെ ലം യുഗ്സൽ ബാത്തുലുഹു അതിന്റെ ഉള്ളു കൈകാത്ത. ഔ ബൈലത്തൻ മദിറത്തൻ അല്ലെങ്കിൽ കെട്ടതായ മുട്ടയെ ചുമന്നു. ഫീ ബാത്തിനിഹാദമുൻ എന്റെ ഉള്ളിൽ രക്തമുണ്ട്. ഇങ്ങനെയുള്ള ആളുടെ നിസ്കാരം ഒന്നും സഹീഹല്ല. വലാ സ്വലാത്തു ഖാബിലി ത്വർഫിൻ മുത്തസിലിൻ ബിനജസിൻ വലാ സ്വലാത്തു നിസ്കാരം സഹീഹല്ല. ലാ തസിഹു സ്വലാത്തു എന്ന് പറഞ്ഞ സ്വലാത്തു മക്കത്തഫ് വലാ സ്വലാത്തു ഒരു നിസ്കാരവും സഹീഹല്ല. ഖാബിലി ത്വർഫിൻ ഒരു തൊറഫിന്റെ ഒരു തല പിടിച്ചു. മുത്തസിലിൻ ചേർന്ന വസ്തുവിന്റെ തല. തൊറഫി മുത്തസിലിൻ ചേർന്ന വസ്തുവിന്റെ തൊറഫ്
തൊറഫി മുത്തസിലിൻ ചേർന്ന വസ്തുവിന്റെ തൊറഫ് ഒരു തല പിടിച്ചു. നജസ് നജസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വസ്തുവിന്റെ തല പിടിച്ചു. ഒരു കയറ്, ആ കയറിന്റെ അങ്ങേ തലക്കല് എവിടെ ഉള്ളത്? നജസിലാണുള്ളത്. അപ്പൊ ഈ കയറിന്റെ ഈ തലയാണ് അവൻ പിടിച്ചത്, അല്ലെങ്കിൽ അവന്റെ കഴുത്തിൽ കെട്ടിയത്. ആ തലക്കല് നജസ്മലാണ് അത് നിൽക്കുന്നത്, സ്വഹിയാവൂല. കാലുമ കെട്ടിയാലും ആ തല നജസിലാണെങ്കിൽ സ്വഹിയാകൂല. പക്ഷെ നമ്മൾ ഇന്നാള് പറഞ്ഞിരുന്നു, താഴെ വെച്ചു, അതിന്റെ മുകളിൽ കയറി നിസ്കരിച്ചു. ഇപ്പൊ ഉദാഹരണത്തിന് പായയുടെ തലയിൽ നജസുണ്ട്, പായയുടെ ഇപ്പുറത്തെ സൈഡിൽ നിസ്കരിച്ചു, സ്വഹീഹാകും. നജസമ തട്ടാഞ്ഞാ മതി. അത് ചുമന്നിട്ടില്ല എന്നതാണ് കാരണം. അതുമേ ചവിട്ടി കയറി നിസ്കരിക്കാം. പക്ഷെ നമ്മുടെ ശരീരത്തിൽ കെട്ടിയിടാൻ പാടില്ല. അവ ഹയവാനൻ എന്താ പറഞ്ഞ് വലാ സ്വലാത്തു കാബിലി തൊറഫി മുത്തസിൽ, നജസിനോട് ചേർന്ന് നിൽക്കുന്ന വസ്തുവിന്റെ തല പിടിച്ചവൻ നിസ്കാരം ചെയ്യല്ല. ഹർക്കത്ത്, ആ തല നജസിന്റെ ഉള്ള തല അവന്റെ ഇളക്കം കൊണ്ട് ഇളകുന്നില്ലെങ്കിലും ശരി. ഇനി മറ്റൊരു കാര്യം, ഫർവൻ, ഇത് ഒരു ഉപഹെഡിങ് ആണ്. ലൗ റഅ മൻ യുരീദു സലാത്തൻ, ലൗ റഅ, ഒരാള് കണ്ടാൽ, ഒരാളെ യുരീദ്, അയാൾ ഉദ്ദേശിക്കുന്നുണ്ട്, സ്വലാത്ത, നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വബി സൗബിഹി നജസുൻ, ആ നിസ്കരിക്കാൻ പോകുന്നവന്റെ വസ്ത്രത്തിൽ നജസുണ്ട്. ഗൈറു മഅഫൂൻ അൻഹു, അവന്റെ വസ്ത്രത്തിൽ മാപ്പ് ചെയ്യപ്പെടാത്ത നജസ് ഉണ്ട്. ഒരാൾ നിസ്കരിക്കാൻ നിൽക്കുകയാണ്, അപ്പൊ നമ്മൾ കണ്ടു. ലസിമഹു ഇഅലാമുഹു, അവനത് അറിയിച്ചു കൊടുക്കൽ നിർബന്ധമാണ്, സുന്നത്തൊന്നല്ല, നിർബന്ധമാണ്. നമ്മൾ ചെയ്തിട്ടില്ല, നമുക്കും കുറ്റം കിട്ടും. വക്കതായതുപോലെ യൽസമുഹു, ഒരാൾക്ക് നിർബന്ധമാണ്, താലീമു മൻ, ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കല്, റആഹു, ഇവൻ അവനെ കണ്ടു, യുഖില്ലു ബിവാജിബി ഇബാദത്തിൻ, ഇബാദത്തിന്റെ വാജിബിനെ ഇടർച്ച വരുത്തുന്നത് കണ്ടു. ഒരാള് ഇബാദത്തിന്റെ വാജിബിനെ ഇടർച്ച വരുത്തുന്നത് കണ്ടാൽ പഠിപ്പിച്ചു കൊടുക്കൽ നിർബന്ധം. ഫീ റഈ മുഖല്ലദിഹി, അവൻ ആരെയാണോ തഖ്ലീദ് ചെയ്ത ഇമാമ്, ആ ഇമാമിന്റെ അഭിപ്രായത്തിൽ, അവന്റെ മുക്കല്ലതായ ഇമാമിന്റെ അഭിപ്രായത്തിൽ, മുക്കല്ലിദല്ല മുക്കല്ലത്, അവൻ തഖ്ലീദ് ചെയ്യപ്പെട്ട ഏതൊരു ഇമാമാണ്, അതാണ് മുക്കല്ലത്. അയാളുടെ അഭിപ്രായത്തിൽ എന്തുണ്ടെങ്കിൽ അത് ഇബാദത്തിന് ഭംഗം വരുത്തുന്ന കർമ്മമാണ് ഇവൻ ഈ ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ചിലപ്പോ ഇവൻ ഷാഫി മദ്ഹബിലായിരിക്കും, ഷാഫി മദ്ഹബ് കുഴപ്പമില്ല, എന്നാ അവനെ പഠിപ്പിച്ചാൽ നിൽക്കണ്ട. അവൻ ഹനഫി മദ്ഹബ്കാരൻ പഠിപ്പിച്ചാൽ നിൽക്കണ്ടവന്. അപ്പൊ എന്താണ് അവിടെ മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു. യൽസമുഹു, ഒരാൾക്ക് നിർബന്ധമാണ്, താലീമൻ, മറ്റൊരാളെ കണ്ട് ആ ഒരുത്തൻക്ക് പഠിപ്പിച്ചു കൊടുക്കൽ, റാഹു, ഈവൻ അവനെ കണ്ടു, യുഖില്ലു, അവൻ ഇടർച്ച വരുത്തുന്നു, ബിവാജിബി ഇബാദത്തിന്, ഇബാദത്തിന്റെ വാജിബിന്, ഫി റഈ മുഖല്ലദിഹി, തഖ്ലീദ് ചെയ്യപ്പെട്ട ഇമാമിന്റെ, അവൻ തഖ്ലീദ് ചെയ്യപ്പെടുന്ന ഇമാമിന്റെ അഭിപ്രായത്തിലുള്ള. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് മറ്റു ചില കാര്യങ്ങൾ പറയാം.